ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാം കറണ്ട് അഫയേഴ്സ്. നമുക്ക് പെട്ടെന്നൊരു 5 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിച്ചാലോ? ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഇത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? ഡി ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. ഇവർ 4 പേർക്കാണ് ഖേൽരത്ന പുരസ്കാരം. ഖേൽരത്ന പുരസ്കാരം നമുക്കറിയാം ആരുടെ പേരിലാണിപ്പോൾ? മേജർ ധ്യാൻചന്ദിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ അവാർഡ് ലഭിച്ചവർ ഡി ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. ആരൊക്കെയാണ്? ഡി ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. ഡി ഗുകേഷ് ചെസ്സിലാണ്, ഹർമൻപ്രീത് സിംഗിന് ഹോക്കിയിലാണ്, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക് ചാമ്പ്യനാണ്, മനു ഭാക്കർ ഷൂട്ടിംഗ് ആണ്. മേജർ ധ്യാൻചന്ദ്. അത് റിപ്പീറ്റ് ചെയ്ത് 4 വട്ടം വായിക്കുക കേട്ടോ. ഇത് നമുക്ക് കോഡ് പറയാനൊന്നും എനിക്കൊന്നും വരുന്നില്ല എൻ്റെ മനസ്സിൽ, അതുകൊണ്ടാണ് ഞാൻ പേര് മാത്രം പറഞ്ഞത്. ഗുകേഷ് നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് നമ്മൾ കേട്ടു. ഡി ഗുകേഷ് ചെസ്സ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. റിപ്പീറ്റ് ചെയ്ത് 2 വട്ടം എൻ്റെ കൂടെ വായിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞോളൂ. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നമുക്കറിയാം, റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണ് ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളി. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി, അത് ആജീവനാന്ത പുരസ്കാരമായിട്ടാണ് കിട്ടിയത്. എസ് മുരളീധരൻ. അദ്ദേഹം ബാഡ്മിൻ്റൺ കോച്ചാണ്. എസ് മുരളീധരൻ. ഒന്നുകൂടെ വായിച്ച്. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളിയാണ് എസ് മുരളീധരന് ദ്രോണാചാര്യ അവാർഡ്. അടുത്ത ചോദ്യം നോക്കൂ. കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കുമായി CBI ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് ഭാരത് പോൾ. എന്തിനാണ്? കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കുമായി CBI ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. അപ്പോൾ CBI ആവിഷ്കരിച്ചതാണ് ഭാരത് പോൾ. അപ്പോൾ അറിയാം, CBI എന്ന് പറയുമ്പം ഇന്ത്യ മുഴുവനുള്ള ഏജൻസിയാണ്. CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അത് ഇങ്ങമത്തം ഉണ്ടല്ലോ. അപ്പോൾ ഭാരതം അല്ലേ ഇന്ത്യ. പിന്നെ നമ്മൾ പോൾ ചെയ്യുന്നപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയല്ലേ പോൾ ചെയ്യുന്നേ. അപ്പോൾ എന്താ? ഭാരത് പോൾ. ഓർത്തിരിക്കുക. 2023 JC ഡാനിയൽ അവാർഡിന് അർഹനായത്. 2023 JC ഡാനിയൽ അവാർഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് അർഹനായത് ഷാജി എൻ കരുണാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കൂ. 2023 JC ഡാനിയൽ അവാർഡിന് അർഹനായത് ആരാണ്? ഷാജി എൻ കരുൺ. അടുത്ത ചോദ്യം. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായത് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ആരാ? മിഷേൽ ബാഷ്ലറ്റ്. അപ്പം നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ചോദ്യം മേജർ ധ്യാൻചന്ദ് അവാർഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഡി ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. രണ്ടാമത് നമ്മൾ ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ, അത് ലഭിച്ച മലയാളിയാണ് എസ് മുരളീധരൻ. അദ്ദേഹം ആരാണ്? ബാഡ്മിൻ്റൺ കോച്ചായിരുന്നു. അടുത്ത CBI ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് നമ്മൾ പറഞ്ഞു ഏത്? ഭാരത് പോൾ. അടുത്ത നമ്മൾ JC ഡാനിയൽ അവാർഡ് 2023 ലഭിച്ച വ്യക്തി ഷാജി എൻ കരുൺ. അടുത്തത് 2023 ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത് മിഷേൽ ബാഷ്ലറ്റ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.